നമസ്കാരം. പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. എസ്ഐ അടക്കം 3 പോലീസുകാരെയും സഹോദരനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഉപ്പയെയും ഉമ്മയെയും സഹോദരനെയും കത്തിവീശി ഉപദ്രവിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത പ്രതിയിൽ നിന്നും വീട്ടുകാരെ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച ചാവക്കാട് ബേബി റോഡിലുള്ള ചക്കര വീട്ടിൽ നിസാർ അമീർ എന്നയാളെയാണ് ചാവക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത്. വീട്ടുകാരെ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ ആക്രമണത്തിൽ സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർ ടി അരുൺ എന്നിവർക്കും പരിക്കേറ്റു. ചാവക്കാട് ബേബി റോഡിലുള്ള ഒരു വീട്ടിൽ ഒരാൾ വീട്ടുകാരെ കത്തിവീശി ഉപദ്രവിക്കുന്നു എന്ന് സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കുകയായിരുന്നു. വിവരം ലഭിച്ച ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ശരത് സോമനും സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, റോബിൻസൺ എന്നിവരുമൊത്ത് വീട്ടിലെത്തുകയും കത്തിയുമായി വീട്ടുകാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്ന പ്രതിയെ നാട്ടുകാരും ചേർന്ന് വളരെ ശ്രമകരമായി കീഴടക്കി. പ്രതിയുടെ ഉപ്പ അമീർ, ഉമ്മ ഫാത്തിമ, സഹോദരൻ ഫെമീർ എന്നിവരെ രക്ഷിക്കുകയുമായിരുന്നു. അക്രമത്തിൽ ഇൻസ്പെക്ടർ വിമലിന് പരിക്കും സിവിൽ പോലീസ് ഓഫീസർ അരുണിന്റെ വിരലിന്റെ അസ്ഥി ഒടിയുകയും ചെയ്തിരുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, അനീഷ്, പ്രദീപ്, ശിവപ്രസാദ്, റോബിൻസൺ, ഹരികൃഷ്ണൻ എന്നിവരും നാട്ടുകാരായ സുബൈർ, ഷഹ്വാൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ കീഴടക്കിയത്. ദേശീയപാതയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് രോഗി മരിച്ചു. ഏങ്ങണ്ടിയൂർ പോളയ്ക്കൽ തുഷാര ക്ലബിന് സമീപം 6 കെട്ടി സുഷമയാണ് മരിച്ചത്. സാരമായി പരിക്കേറ്റ സുഷമയുടെ സഹോദരി സത്യഭാമയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പകൽ 2:30 ഏഴാങ്കല്ല് പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. സനാതന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. സുഷമയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി ഏങ്ങണ്ടിയൂരിലുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട ആംബുലൻസ് സർവീസ് റോഡിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആംബുലൻസിന്റെ മുൻഭാഗം തകർന്നു. സുഷമ തൽക്ഷണം മരിച്ചു. മൃതദേഹം ഏങ്ങണ്ടിയൂരിലെ MI ആശുപത്രിയിൽ. ഭർത്താവ് രാധാകൃഷ്ണൻ, മക്കൾ ദർശൻ, അഭിഷേക്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത 16 വയസ്സ് പ്രായമുള്ള അതിജീവിതയുടെ മൊബൈൽ ഫോണിലേക്ക് സ്നാപ്ചാറ്റിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും മെസ്സേജുകൾ അയച്ചും പിന്തുടർന്ന് പരിചയപ്പെട്ട് പ്രണയം നടിച്ച് അതിജീവിതയുടെ വീട്ടിലേക്ക് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി അതിക്രമിച്ചു കയറി അതിജീവിതയെ ബെഡ്റൂമിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ നായരമ്പലം സ്വദേശി കൂട്ടത്തറ വീട്ടിൽ അഭിജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. കൃഷിയിടത്തിൽ വെച്ച് വിറക് ശേഖരിക്കുന്നതിനിടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. തുടർന്ന് 118 ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അലാം ചതിച്ചു. തൃശൂരിലെ ജ്വല്ലറിയിലും പൂങ്കുന്നത്ത് ATMിലും കവർച്ചാശ്രമം നടത്തിയ കള്ളൻ കുടുങ്ങി. തൃശൂരിലെ ജ്വല്ലറിയിലും പൂങ്കുന്നത്തെ ATMിലും കവർച്ചാശ്രമം നടത്തിയ പ്രതി പിടിയിൽ. പേരാമംഗലം സ്വദേശി ജിൻഡോയാണ് അറസ്റ്റിലായത്. തൃശൂർ കുരിയച്ചിറയിൽ ജ്വല്ലറിയിൽ കവർച്ചാശ്രമം നടത്തുന്നതിനിടെ അലാം മുഴങ്ങുകയായിരുന്നു. ജ്വല്ലറിയിൽ അലാം അടിച്ച ഉടൻ പോലീസ് എത്തിയതോടെ കള്ളന് പുറത്തു കടക്കാനായില്ല. തൃശൂരിലെ അക്കരയെന്ന ജ്വല്ലറിയിലാണ് കവർച്ചാശ്രമം നടത്തിയത്. പൂങ്കുന്നത്ത് ATMിൽ കവർച്ചാശ്രമം നടത്തിയതും ജിൻഡോയാണെന്നും പോലീസ് പറഞ്ഞു. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം കരാർ ജീവനക്കാരനാണ് ജിൻഡോ. 4.5 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും അത് വീട്ടാനാണ് മോഷണം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു.
പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛന് വെട്ടേറ്റ സംഭവത്തിൽ മകന്റെ പേരിൽ കൊലപാതക ശ്രമത്തിന് പുതുക്കാട് പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. മുത്രത്തിക്കര ശിവക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മേക്കാടൻ വീട്ടിൽ 34 വയസ്സുള്ള വിഷ്ണുവിന്റെ പേരിലാണ് കേസ്. കഴുത്തിനും തലയിലും വെട്ടേറ്റ അച്ഛൻ ശിവൻ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 40 ദിവസത്തോളമായി വീട്ടിൽ തനിച്ച് താമസിച്ച് ആഭിചാര ക്രിയകൾ നടത്തിവന്ന വിഷ്ണുവിനെ പോലീസ് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പരിശോധന നടത്തി. എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ട്. ഇയാളെ ഞായറാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. പഞ്ചായത്തിൽ സമർപ്പിക്കാൻ വീട്ടിൽ നിന്ന് ചില രേഖകൾ എടുക്കാൻ എത്തിയതായിരുന്നു ശിവൻ. ഭാര്യ ലതികയും ഒരു ബന്ധുവും കൂടെയുണ്ടായിരുന്നു. ഇവരെ വീടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണു ശിവനുമായി വഴക്കുണ്ടാക്കി. ഇതിനിടെ വിഷ്ണു വടിവാളുകൊണ്ട് അച്ഛനെ വെട്ടുകയായിരുന്നു. അമ്മയെയും വെട്ടാൻ ശ്രമിച്ചെങ്കിലും അവർ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിന് ശേഷം കത്തിയുമായി വീടിന്റെ മച്ചിൽ ഇരിപ്പുറപ്പിച്ച വിഷ്ണു 5 മണിക്കൂറിന് ശേഷമാണ് പോലീസിന് കീഴടങ്ങിയത്. തൃശൂർ ചൊവ്വന്നൂരിൽ യുവാവിനെ കൊലപ്പെടുത്തിയത് സ്വവർഗരതിക്കിടെയെന്ന് പോലീസ്. പ്രതി സണ്ണി സൈക്കോ കില്ലർ. പ്രതി ചൊവ്വന്നൂർ സ്വദേശി സണ്ണി സ്വവർഗാനുരാഗിയാണെന്നും ഇയാൾ സ്ഥിരമായി സ്വവർഗരതിക്ക് പലരെയും വീട്ടിൽ കൊണ്ടുവരാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള സെന്റ് മേരീസ് വാടക ക്വാർട്ടേഴ്സിലാണ് 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന സണ്ണിയുടെ മുറിയിലാണ് മൃതദേഹം കണ്ടത്. മുറിയിൽ നിന്നും പുക വരുന്നത് കണ്ട് ആളുകൾ പുറത്തുനിന്ന് പൂട്ടിയ മുറി തുറന്നു നോക്കിയപ്പോഴാണ് പാതി കത്തിയ നിലയിൽ കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത്. മരണപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 7:30 പോലീസ് പിടികൂടിയത്. നേരത്തെ 2 കൊലപാതക കേസുകളിലെ പ്രതിയാണ് പിടിയിലായ സണ്ണി. കഴിഞ്ഞ ദിവസം രാത്രി 7 സണ്ണി ഒരാളുമായി ക്വാർട്ടേഴ്സിൽ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുന്നംകുളം SHO ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിഭാഗം തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയ ശേഷം മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റും. കരുവന്നൂർ സഹകരണ ബാങ്കിലെ പൊറുത്തുശ്ശേരി ശാഖയിലേക്ക് നിക്ഷേപകൻ പെട്രോൾ ഒഴിച്ചു. പണം ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയ പോർത്തുശ്ശേരി സ്വദേശി കൂത്തുപാലിക്കൽ സുരേഷാണ് ആക്രമണം നടത്തിയത്. നിക്ഷേപക ആവശ്യപ്പെട്ട ദിവസങ്ങൾക്ക് മുൻപ് ബാങ്കിന് ഇയാൾ അപേക്ഷ നൽകിയിരുന്നു. ഇന്നലെ രാവിലെ പണം ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയപ്പോൾ അപേക്ഷയിൽ തീരുമാനമായിട്ടില്ലെന്ന് ബാങ്ക് ജീവനക്കാർ അറിയിച്ചു. തുടർന്ന് ഇയാൾ കുപ്പിയിൽ പെട്രോളുമായി തിരിച്ചെത്തിയ ശേഷം ബാങ്കിന്റെ കൗണ്ടറിലേക്ക് ഒഴിക്കുകയായിരുന്നു. 2 ജീവനക്കാർ മാത്രമാണ് ഈ സമയം ബാങ്കിലുണ്ടായിരുന്നത്. അതേസമയം സംഭവത്തിന് പിറകിൽ BJP ആണെന്നാരോപിച്ച് CPM പൂർത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ചു. തൃശൂർ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ട്രെയിൻ യാത്രയ്ക്കിടെ കുഴഞ്ഞു വീണ ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. ആംബുലൻസ് കിട്ടിയില്ലെന്ന പേരിൽ അരമണിക്കൂറാണ് ഇയാളെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടത്തിയത്. മുംബൈ എറണാകുളം ഓഗ എക്സ്പ്രസിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ട്രെയിനിൽ തൃശൂരിലേക്ക് വരുന്നതിനിടയിലാണ് ശ്രീജിത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തത്. ട്രെയിൻ ഷൊർണൂർ പിന്നിട്ടതോടെയാണ് യുവാവ് നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് ഒപ്പമുണ്ടായിരുന്നവർ TTE അറിയിച്ചാണ് അടിയന്തരമായി ട്രെയിൻ നിർത്തിച്ചത്. യുവാവിന് അതിവേഗം ചികിത്സ ലഭിക്കാനായി ഒപ്പമുണ്ടായിരുന്നവർ അടിയന്തര സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പറിൽ അടക്കം ബന്ധപ്പെട്ടിരുന്നു. അരമണിക്കൂർ നേരം ആംബുലൻസ് കിട്ടാതെ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്നു. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവ് മരിച്ചിരുന്നു. പോക്സോ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ മധ്യപ്രദേശിൽ നിന്ന് പിടികൂടി. മധ്യപ്രദേശ് സ്വദേശിയായ രാജേഷ് ധ്രുവേയെയാണ് പോലീസ് പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത മധ്യപ്രദേശ് സ്വദേശിനിയായ അതിജീവിതയെ കാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ഇടുക്കി ജില്ലയിലെ കല്ലൂപാലം എസ്റ്റേറ്റിലുള്ള വീട്ടിൽ താമസിപ്പിച്ച് പീഡനത്തിന് ഇരയാക്കിയതാണ് സംഭവം. ഈ കേസിൽ അറസ്റ്റിലായ പ്രതി കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് ഒളിവിൽ പോകുകയായിരുന്നു.
പ്രതിയെ മധ്യപ്രദേശിലെ നക്സൽ സ്വാധീനമുള്ള മണ്ഡല പ്രദേശത്തെ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ഇടയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രദേശവാസികളിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടെങ്കിലും മണ്ഡലയിലെ സൽവ പോലീസ് ഔട്ട്പോസ്റ്റിലെ ദൗത്യസേന അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. കാട്ടൂർ CI ER ബൈജു, SI MK അസീസ്, സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കോടാലിയിൽ ബാറിൽ വെച്ച് യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി വിഷ്ണുലാൽ അറസ്റ്റിൽ. കോടാലിയിലുള്ള ബാർ കോമ്പൗണ്ടിൽ മുൻവശം ഗേറ്റിന് സമീപം വെച്ച് മറ്റത്തൂർ മുരിക്കങ്ങൽ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ശ്യാംലാലും പ്രതി വിഷ്ണുലാലും തമ്മിൽ ബിയർ വാങ്ങിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ശ്യാംലാലിന്റെ ബൈക്ക് തടഞ്ഞു നിർത്തി ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച മുപ്ലിയം വെള്ളാരംപാടം സ്വദേശി അപ്പോഴം വീട്ടിൽ വിഷ്ണുലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വിഷ്ണുലാൽ വെള്ളിക്കുളങ്ങര, കൊടകര, പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 വധശ്രമ കേസുകളിലും 1 കവർച്ചാ കേസിലും 3 അടിപിടി കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച 1 കേസിലുമടക്കം 8 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ചൊവ്വൂരിൽ പോലീസിനെ ആക്രമിച്ച് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. ചൊവ്വൂർ സ്വദേശി ജിനോ ജോസാണ് പോലീസിന്റെ പിടിയിലായത്. ഇരട്ടക്കൊലക്കേസ് പ്രതി കൂടിയാണ് ഇയാൾ. ജിനു ജോസിനെ രക്ഷപ്പെടാൻ സഹായിച്ച നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ ദിൽജിത്ത്, അരുൺ എന്നിവരും പിടിയിലായി. വ്യാഴാഴ്ച ചേർപ്പ് എട്ടുമനയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡാൻസാഫ് സംഘവും ചേർപ്പ് പോലീസും നടത്തിയ പരിശോധനയിൽ എട്ടുമന സ്വദേശി പുതിയടത്ത് ജിഷ്ണു പിടിയിലായിരുന്നു. ഇയാളിൽ നിന്നും 11.65 ഗ്രാം MDMA പിടിച്ചെടുത്തിരുന്നു. ജിഷ്ണുവിന് മയക്കുമരുന്ന് നൽകിയത് ചൊവ്വൂർ മാളിയേക്കൽ ഡയമണ്ട് എന്ന ജിനു ജോസ് ആണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജിനുവിനെ വീടിന് സമീപത്ത് നിന്ന് പിടികൂടി. ഇയാൾ കൊലക്കേസിലും പോലീസിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ്. പോലീസ് പിടികൂടിയപ്പോൾ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് സംഘത്തിലുണ്ടായിരുന്ന GSI മൂസ ജിനുവിനെ ഒരു കൈയിൽ വിലങ്ങിട്ട ശേഷം മറുകൈയിൽ വിലങ്ങിടുമ്പോൾ മൂസയെ തള്ളി വീഴ്ത്തി ജിനു ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച പെരിഞ്ചേരി ഭാഗത്തുള്ള വീടിന്റെ ടെറസിൽ നിന്ന് ഇയാളെ തെരച്ചിലിനൊടുവിൽ പിടികൂടുകയായിരുന്നു. ടെറസിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. ജിനുവിന്റെ വിലങ്ങ് മുറിക്കാനും രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായം ചെയ്ത കൂട്ടാളികളായ നെടുപുഴ പോലീസ് സ്റ്റേഷൻ റൌഡിയായ പെരിഞ്ചേരി വട്ടമാവ് സ്വദേശി ഏറാട്ടി വീട്ടിൽ ദിൽജിത്ത്, പെരിഞ്ചേരി ത്രിവേണി നഗർ സ്വദേശി കുണ്ടോളിപ്പറമ്പിൽ വീട്ടിൽ അരുൺ എന്നിവരെയും പിടികൂടി. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.